ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 8ാമത്തെ പാഠമാണ് കേട്ടോ. ഇങ്ങനെ അളക്കാം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കണക്കുകളി. മികവുത്സവത്തിൽ കുട്ടികൾ പല വസ്തുക്കളുടെയും നീളം കണ്ടുപിടിച്ചു. പട്ടിക നോക്കൂ. വസ്തുക്കളുടെ നീളം കണ്ടെത്തൂ. ഇപ്പൊ വസ്തുക്കൾ നമുക്ക് തന്നിട്ടുള്ളത് പേന, പെൻസിൽ, പിന്നെ നോട്ട് ബുക്ക്, പേപ്പർ. നോട്ട് ബുക്കിന് തന്നെ 2 വശങ്ങളുടെയും നീളം എഴുതണം, പേപ്പറിന് 2 വശങ്ങളുടെ നീളവും എഴുതണം. അപ്പൊ നിങ്ങൾ ഊഹിച്ച നീളം എത്ര എന്ന് നിങ്ങൾക്ക് അവിടെ ആദ്യം എഴുതി കൊടുക്കാം, എത്ര സെന്റിമീറ്റർ എന്നൊക്കെ. അപ്പൊ പേന ഏകദേശം നമ്മളൊരു 8 സെന്റിമീറ്റർ എന്നൊക്കെ എഴുതാം. പെൻസിൽ അതുപോലെ ഒരു 9 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ എന്നൊക്കെ ഊഹിച്ചെഴുതാം. നോട്ട് ബുക്കും അതുപോലെ തന്നെ ഒരു വശം നീളം ഒരു പക്ഷേ ഒരു 10 സെന്റിമീറ്റർ, പിന്നെ വീതി ഒരു 8 സെന്റിമീറ്റർ, അല്ലെങ്കിൽ നീളം ഒരു 12 സെന്റിമീറ്റർ, വീതി 10 സെന്റിമീറ്റർ. അതുപോലെ തന്നെയാണ് പേപ്പറും, നീളം 8 സെന്റിമീറ്റർ, വീതി ഒരു 6 സെന്റിമീറ്റർ അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അളന്ന് അതിന്റെ നീളം എത്ര, കറക്റ്റ് ആയിട്ടുള്ള നീളം എത്ര എന്ന് സെന്റിമീറ്ററിൽ തൊട്ടടുത്ത കോളത്തിൽ എഴുതുകയും വേണം. വസ്തുക്കളുടെ നീളം അളന്നപ്പോൾ എല്ലാ നീളവും കൃത്യമായി അളക്കാൻ കഴിഞ്ഞോ? എങ്ങനെയാണ് എല്ലാ നീളവും കൃത്യമായി അളക്കാൻ കഴിയുക? നോക്കൂ മക്കളെ, പെൻസിൽ, പേന ഒക്കെ തുടങ്ങിയവയുടെ നീളം നമുക്ക് ഒരു പക്ഷെ ചിലപ്പോൾ കൃത്യമായിട്ട് അളക്കാനായിട്ട് ഇത്ര സെന്റിമീറ്റർ തന്നെ ആവണം എന്നില്ല. സെന്റിമീറ്ററിന് ശേഷം മില്ലിമീറ്റർ അളവും വരാം. എല്ലാ നീളവും കൃത്യമായി എഴുതാൻ കഴിയുന്നില്ല എന്നൊരു കുട്ടി പറയുന്നു. വലിയ വരകൾക്കിടയിലെ ചെറിയ വരകളും അതിനായിട്ട് ഉപയോഗിക്കണമെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. അതായത് ഇപ്പൊ 0 മുതൽ 1 വരെ കണ്ടോ, അതിന് അതുപോലെ 1 മുതൽ 2 വരെ, അതിനിടയിൽ വലിയ വരകളുണ്ട്, ആ 2 വലിയ വരകൾക്കിടയിൽ ചെറിയ വരകളും ഉണ്ട്. ഈ വലിയ വരകൾ സൂചിപ്പിക്കുന്നത് സെന്റിമീറ്ററിനെയാണ്. അതായത് 0 മുതൽ 1 വരെ 1 സെന്റിമീറ്റർ, 1 മുതൽ 2 വരെ വീണ്ടും 1 സെന്റിമീറ്റർ, 0 മുതൽ 2 വരെ 2 സെന്റിമീറ്റർ. 1, 2, 3, 4 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സെന്റിമീറ്ററുകളുടെ അളവാണ്. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, അങ്ങനെയാണ് 15 സെന്റിമീറ്റർ ആണ് ആ സ്കെയിലിന്റെ നീളം. എന്നാൽ അതിന് ഇടയിലുള്ള ഈ ചെറിയ ചെറിയ വരകൾ മില്ലിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 0 മുതൽ 1 വരെ എത്ര ചെറിയ വരകൾ ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 10 ചെറിയ വരകൾ ഉണ്ടായിരിക്കും. അതിൽ 5ാമത്തെ വര കുറച്ചുകൂടെ വലിയ വരയായിരിക്കും. അങ്ങനെ 10 മില്ലിമീറ്റർ ചേർന്നതാണ് 1 സെന്റിമീറ്റർ എന്ന് നമുക്കപ്പോ പറയാം. 1 മുതൽ 2 10 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും, 10 ചെറിയ വരകൾ. അപ്പൊ 10 മില്ലിമീറ്റർ ചേർന്നതാണ് 1 സെന്റിമീറ്റർ എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി അളക്കാം. ചിത്രത്തിലെ പെൻസിലിന്റെ നീളം എത്രയാണ്? നോക്കൂ, 0 മുതൽ 13 സെന്റിമീറ്റർ വരെ ഉണ്ട്. പിന്നെ 13 സെന്റിമീറ്ററിന് ശേഷം 5 ചെറിയ വരകളും ഉണ്ടല്ലേ. അതായത് 13 സെന്റിമീറ്ററിനും 14 സെന്റിമീറ്ററിനും ഇടയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെന്റിമീറ്റർ വരകൾക്കിടയിൽ 9 ചെറിയ വരകളുണ്ട്, 10 ചെറിയ അകലവുമുണ്ട്. പെൻസിലിന്റെ മുന 13 സെന്റിമീറ്റർ കഴിഞ്ഞുള്ള 5ാമത്തെ ചെറിയ വരയിലാണ്. അപ്പൊ നമുക്ക് 13 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് പറയാം. ചെറിയ 2 വരകൾക്കിടയിലെ അകലം 1 മില്ലിമീറ്റർ ആണ്, അത് നമ്മൾ പറഞ്ഞു. പെൻസിലിന്റെ നീളം 13 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്, അതും നമ്മൾ പറഞ്ഞു. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ, അതും നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിന്റെ വശങ്ങളുടെ നീളം അളന്നെഴുതൂ. 2 വശങ്ങളുണ്ട്, ഒന്ന് നീളം വലിയ വശം, പിന്നെ വീതി ചെറിയ വശം. ഈ ഓരോ വശവും എത്ര വീതം നീളം ഉണ്ടെന്ന് സ്കെയിൽ വെച്ച് അളന്നെഴുതുക. അപ്പൊ ചിലരുടെ സ്കെയിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ആണെങ്കിൽ നമുക്ക് ഒറ്റ അളവിൽ തന്നെ കിട്ടും. ഇനി 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ആണെങ്കിൽ ആദ്യം 15 സെന്റിമീറ്റർ വരെ സ്കെയിൽ മുഴുവനായിട്ടൊന്ന് അളക്കുക, പിന്നെ അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും അളക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗണിത പുസ്തകത്തിന്റെ വലിയ വശം 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്നും ചെറിയ വശം 18 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നും കിട്ടും. നിങ്ങളുടെ സ്കെയിലിന്റെ നീളം അളന്നെഴുതൂ. സ്കെയിലിൻ്റെത് എന്റേത് 15 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ്, അതുകൊണ്ട് 15 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. അപ്പൊ നമ്മൾ അത് അളക്കുമ്പോൾ വേറെ ഒരു സ്കെയിൽ എടുത്തിട്ട് വേണം അളക്കാനായിട്ട്. കാരണം 0 തുടങ്ങുമ്പോൾ 0 കുറച്ച് മുൻപ് കുറച്ച് അളവ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും, 15 ശേഷവും കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ അളവും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് 3 മില്ലിമീറ്റർ എന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 30ന്റെ സ്കെയിലാണെങ്കിൽ അതിനനുസരിച്ച് മറ്റൊരു സ്കെയിൽ വെച്ചിട്ട് അതും അളന്നെഴുതുക. അതിലും ഇതുപോലെ ചെറിയൊരു മില്ലിമീറ്ററിന്റെ വേരിയേഷൻ ഉണ്ടായിരിക്കും.
ചെറിയ വശം അളക്കുമ്പോൾ 2 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ അളക്കുമ്പോൾ അതും മറ്റൊരു സ്കെയിൽ വെച്ച് തന്നെ വേണം അളക്കാൻ. 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. അത് അളന്നെഴുതുക. നീളം എത്ര? പെൻസിലിന്റെ നീളം എഴുതൂ. നോക്കൂ, ആദ്യത്തെ പെൻസിൽ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്? 14 നിന്നാണ്. അപ്പൊ 14 തൊട്ട് നമുക്ക് നോക്കുമ്പോൾ 13 വരെ 1 സെന്റിമീറ്റർ, 12 വരെ വീണ്ടും 1, അങ്ങനെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 4 സെന്റിമീറ്ററിന്റെ അതുവരെ 10 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ അതിനുശേഷമുള്ളത് 3ലേക്ക് മുഴുവനായിട്ടും എത്തിയിട്ടില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ എണ്ണുന്നത് മില്ലിമീറ്റർ ആയിരിക്കും. അങ്ങനെ ചെറിയ വരകൾ ഓരോന്നും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അതായത് 9 മില്ലിമീറ്റർ. അപ്പൊ പെൻസിലിന്റെ ആകെ നീളം 10 സെന്റിമീറ്റർ, 9 മില്ലിമീറ്റർ. രണ്ടാമത്തെ പെൻസിൽ നോക്കൂ, 15 നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. 15 തുടങ്ങി 14 വരെ 1, 13 വരെ 2, അങ്ങനെ എണ്ണി നോക്കൂ. 1 2 3 4 5 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ 10 ശേഷം 9 വരെ എത്തിയിട്ടില്ല, പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 10 ശേഷം എത്ര മില്ലിമീറ്റർ ഉണ്ട്, എത്ര ചെറിയ വരകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പൊ നമുക്ക് 8 മില്ലിമീറ്റർ, 8 ചെറിയ വരകൾ ഉണ്ടെന്ന് കാണാം. 8ാമത്തെ ചെറിയ വരയിലാണ് പെൻസിലിന്റെ മുന നിൽക്കുന്നത്. അതായത് 5 സെന്റിമീറ്റർ, 8 മില്ലിമീറ്റർ. അടുത്ത പെൻസിൽ നോക്കൂ, തുടങ്ങുന്നത് 6 നിന്നാണ്. 6 മുതൽ ഓരോന്ന് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 8 സെന്റിമീറ്ററും പിന്നെ 14 ശേഷം സെന്റിമീറ്റർ 15 വരെ ആയിട്ടില്ല. അതുകൊണ്ട് ബാക്കി നമുക്ക് മില്ലിമീറ്റർ എണ്ണി നോക്കിയാൽ മതി. ചെറിയ വരകൾ എണ്ണി നോക്കുക. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടുന്നുണ്ട്. അതായത് 8 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. അടുത്തത് നോക്കൂ, തുടങ്ങുന്നത് 2 നിന്നാണ്. ഏത് വരെ ഉണ്ട്? 8 വരെ ഉണ്ട് അല്ലെ? അപ്പൊ എണ്ണി നോക്കൂ, 1 2 3 4 5 6. 6 സെന്റിമീറ്ററും ബാക്കി മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ എണ്ണുമ്പോൾ 8ാമത്തെ മില്ലിമീറ്റർ, 8ാമത്തെ വരയിലാണ് നിൽക്കുന്നത്. അപ്പോ 6 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ. അവസാനത്തെ പെൻസിൽ നോക്കൂ, 7 തുടങ്ങുന്നുണ്ട്. 4 വരെയാണ് പൂർണ്ണമായിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് മില്ലിമീറ്റർ ആണ്. അപ്പോൾ 7 തുടങ്ങി 6 വരെ 1, 5 വരെ 2, 4 വരെ 3. 3 സെന്റിമീറ്റർ. പിന്നെ മില്ലിമീറ്ററിന്റെ വരകൾ എണ്ണുമ്പോൾ നമുക്ക് 7 അല്ലെങ്കിൽ 8 ആ ഒരു ഇതിലാണ്, അതിനിടയിലായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ 3 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. കടലാസ് നാട. ചുവടെ കൊടുത്തിരിക്കുന്ന കടലാസ് നാടകളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതുക. അപ്പൊ മക്കള് പുസ്തകം എടുക്കുക, സ്കെയിൽ എടുക്കുക, ഓരോന്നും എത്ര ഉണ്ട് നീളം എന്ന് അളന്നെഴുതുക. ആദ്യത്തേത് നമുക്ക് 3 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. രണ്ടാമത്തേത് 5 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. മൂന്നാമത്തെ ചതുരം നമ്മൾ അളക്കുമ്പോൾ 7 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. അവസാനത്തേത് 8 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. വീണ്ടും അളന്നപ്പോൾ കണക്ക് കളിയിലെ വസ്തുക്കളുടെ നീളം ഒരിക്കൽ കൂടി അളന്നു നോക്കൂ. കൃത്യമായ അളവ് പട്ടികയിൽ എഴുതൂ. അപ്പൊ നമ്മൾ നേരത്തെ അളന്ന സമയത്ത് നോട്ട് ബുക്കും അതുപോലെ പേനയും പെൻസിലും പേപ്പറും ഒക്കെ അളന്ന സമയത്ത് സെന്റിമീറ്ററിൽ മാത്രമായിരിക്കും നിങ്ങൾ അളന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? മില്ലിമീറ്ററിൽ അളക്കുന്നതിന്റെ ആവശ്യകതയും പഠിച്ചു അല്ലെ? അപ്പൊ ഇനി കൃത്യമായിട്ട് അളന്നെഴുതണം. അതായത് ഓരോ വസ്തുക്കൾ എത്ര സെന്റിമീറ്റർ, അതിൽ എത്ര മില്ലിമീറ്റർ എന്നുകൂടെ അളന്നെഴുതണം. അത് നിങ്ങൾ ഈ പട്ടിക പൂരിപ്പിച്ചു കൊടുക്കുക. അളക്കൂ, കണ്ടുപിടിക്കൂ. വരയിലെ ഇടത്തെ അറ്റം മുതൽ അടയാളമിട്ട ഭാഗം വരെയുള്ള അകലം എത്രയാണ് അളന്നെഴുതും. ഇപ്പൊ ഒരു വര തന്നിട്ടുണ്ട്, അതിന് കുറച്ച് അകലമായിട്ട് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോ ഇടതേ അറ്റം മുതൽ ഈ ആരോ മാർക്ക് ഇട്ട ഭാഗം വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്ര നീളം ഉണ്ട് എന്നാണ് ആദ്യം അളക്കേണ്ടത്. അത് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അളക്കുമ്പോൾ 2 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. അടയാളമിട്ട ഭാഗം മുതൽ വലത്തെ അറ്റം വരെയുള്ള അകലം എത്രയാണ്? അടയാളമിട്ട ഭാഗത്ത് നിന്ന് അതിനുശേഷമുള്ള ഭാഗത്തേക്ക്, അതായത് വലത്തെ അറ്റത്തേക്ക് അളക്കുന്ന സമയത്ത് നമുക്ക് 5 സെന്റിമീറ്റർ എന്നും കിട്ടുന്നുണ്ട്. വരയുടെ ആകെ നീളം എത്രയാണ്? അതായത് 2 സെന്റിമീറ്ററും ഈ 5 സെന്റിമീറ്ററും കൂടെ കൂട്ടിയാൽ ആകെ നീളം നമുക്ക് കിട്ടും. ഒന്നിക്കൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വര ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് അളന്ന് നോക്കുക. എങ്ങനെയായാലും എന്താണ് 7 സെന്റിമീറ്റർ എന്നാണ് ഉത്തരം വരുന്നത്. പട്ടിക പൂരിപ്പിക്കുക. ഇനി നമുക്കിവിടെ മില്ലിമീറ്റർ സെന്റിമീറ്റർ എന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. അതായത് എത്ര മില്ലിമീറ്റർ തന്നാൽ അത് എത്ര സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ എന്ന് തന്നാൽ അതാകെ എത്ര മില്ലിമീറ്റർ ആണ് എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ് അല്ലെ? അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ സമം 1 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് അവിടെ തന്നിട്ടുണ്ട് 10 മില്ലിമീറ്റർ
എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. 20 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ഗുണിക്കണം 2 ആണ് 20. അപ്പോ 2 സെന്റിമീറ്റർ ആണ് 20 മില്ലിമീറ്റർ. അടുത്തത് എന്താണ്? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണ്? 4 ഗുണിക്കണം 10 ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 4ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോ 40 മില്ലിമീറ്റർ ആണ് 4 സെന്റിമീറ്റർ. അടുത്തത് 70 മില്ലിമീറ്റർ. 70 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അപ്പോ 20 മില്ലിമീറ്റർ 2 സെന്റിമീറ്റർ, 30 മില്ലിമീറ്റർ 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 70 മില്ലിമീറ്റർ 7 സെന്റിമീറ്റർ ആണ്. അടുത്തത് 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 9 ഗുണിക്കണം 10 ചെയ്തേണം അല്ലെ? 9 ഗുണിക്കണം 10 ചെയ്യുക, അല്ലെങ്കിൽ 9ന് ശേഷം ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോ 90 എന്ന് കിട്ടും. അതായത് 9 സെന്റിമീറ്റർ സമം 90 മില്ലിമീറ്റർ ആണ്. 100 മില്ലിമീറ്റർ 100 മില്ലിമീറ്റർ സമം 10 സെന്റിമീറ്റർ ആണ്. പെൻസിലിന്റെ നീളം. എന്റെ പെൻസിലിന് 5 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ നീളമുണ്ട്. 57 മില്ലിമീറ്റർ എന്നും പറയാം. അതായത് 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 50 മില്ലിമീറ്റർ. 50 കൂട്ടണം 7, 50 മില്ലിമീറ്റർ കൂട്ടണം 7 മില്ലിമീറ്റർ, ആകെ 57 മില്ലിമീറ്റർ. അതായത് നമുക്ക് നീളം മില്ലിമീറ്ററിൽ മാത്രമായും പറയാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ മില്ലിമീറ്റർ എന്നായും പറയാം. ഇനി നിങ്ങളുടെ പെൻസിലിന്റെയും കൂട്ടുകാരുടെ പെൻസിലിന്റെയും നീളം അളന്ന് പട്ടികയിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഓരോരുത്തരുടെയും പെൻസിലിന്റെ നീളമൊക്കെ മാറ്റണ്ടായിരിക്കും. അത് എഴുതി നോക്കുക. കണക്കാക്കി എഴുതാം. നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതായത് സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും പിന്നെ മില്ലിമീറ്ററിൽ മാത്രമായും എങ്ങനെ എഴുതാം എന്നാണ് ഈ പട്ടികയിലുള്ളത് കേട്ടോ. ആദ്യത്തേത് നോക്കൂ. 1 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. പിന്നെ അപ്പോൾ 10 മില്ലിമീറ്ററിലേക്ക് 8 മില്ലിമീറ്റർ കൂട്ടണം. 10 മില്ലിമീറ്റർ കൂട്ടണം 8 മില്ലിമീറ്റർ, ആകെ 18 മില്ലിമീറ്റർ. രണ്ടാമത്തേത് 5 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 50 മില്ലിമീറ്റർ ആയി. 50 കൂട്ടണം 8 മില്ലിമീറ്റർ, 58 മില്ലിമീറ്റർ. അടുത്തത് 24 മില്ലിമീറ്റർ ആണ്. അതായത് 20 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററും തമ്മിൽ കൂട്ടിയതാണ്. അത് 20 മില്ലിമീറ്റർ കൂട്ടണം 4 മില്ലിമീറ്റർ, അല്ലെങ്കിൽ 20 മില്ലിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് എഴുതാം. 2 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. അടുത്തത് 30 മില്ലിമീറ്റർ കൂട്ടണം 6 മില്ലിമീറ്റർ. അതായത് 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ ആണ്. അത് ആകെ 30 കൂട്ടണം 6, 36 മില്ലിമീറ്റർ. ചെറിയ നീളം. 1 സെന്റിമീറ്ററിനേക്കാൾ നീളം കുറവുള്ളത് എന്തെല്ലാം? കുറച്ച് വസ്തുക്കൾ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഒരെണ്ണം തന്നിട്ടുണ്ട്, നോക്കൂ. സ്ക്രൂ. അതുപോലെ ചില കല്ലുകൾ അല്ലെ, ചെറിയ കല്ല്, അതൊക്കെ 1 സെന്റിമീറ്ററിനെക്കാട്ടിൽ കുറവായിരിക്കും. അരി, കടുക്, ജീരകം, പിന്നെ മുത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പട്ടിക പൂർത്തിയാക്കൂ. മികവുത്സവത്തിൽ വസ്തുക്കളുടെ നീളം കണക്കാക്കുകയാണ് സാനുവിന്റെ കൂട്ടുകാർ. പട്ടിക പൂർത്തിയാക്കാൻ സഹായിക്കൂ. നമുക്കിവിടെ കുട്ടികളുടെ പേര്, അവര് നീളം കണക്കാക്കുന്ന വസ്തുക്കൾ, അത് സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും എത്ര, മില്ലിമീറ്ററിൽ എത്ര എന്ന് ആണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യം റാണിയും ചിന്നുവുമാണ്. റാണിയും ചിന്നുവും റിബൺ ആണ് അളന്നത്. അത് 16 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും ഉണ്ട്. അത് മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എങ്ങനെ പറയാം? 16 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 16ന് ശേഷം ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 160 മില്ലിമീറ്റർ ആണ്. 160 കൂട്ടണം 5, 165 മില്ലിമീറ്റർ ആണ് ആകെ. ഇനി ടീനുവും അപ്പുവും ചണനൂലാണ് അളന്നത്. അതാകെ 256 മില്ലിമീറ്റർ ആണ് ഉള്ളത്. അതായത് 25 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും, അല്ലെങ്കിൽ 250 മില്ലിമീറ്ററും 6 മില്ലിമീറ്ററും എന്നാണ് അല്ലെ. 250 കൂട്ടണം 6 256. അപ്പൊ നമുക്കതിനെ 25 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും എന്ന് എഴുതാം. അടുത്തത് മനുവും കനിയുമാണ്. അവരളന്ന വസ്തു വർണ്ണക്കടലാസാണ്. അതാകെ 24 സെന്റിമീറ്റർ ആണുള്ളത്. അപ്പൊ മില്ലിമീറ്ററിൽ മാത്രം എഴുതുമ്പോൾ 24 ഗുണിക്കണം 10, അല്ലെങ്കിൽ 24ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. 240 മില്ലിമീറ്റർ. ഇനി സാക്ഷിയും ശ്രേയയും അളന്നത് കട്ടിയുള്ള നൂലാണ്. അതാകെ 140 മില്ലിമീറ്റർ ഉണ്ട്. അതായത് 14 സെന്റിമീറ്റർ. ഈർക്കിൽ ചതുരം. ഈർക്കിൽ ഉപയോഗിച്ച് ടീനു 9 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഉണ്ടാക്കുകയാണ്. ഇതിനായി മുറിച്ചെടുത്ത ഈർക്കിലിന്റെ ആകെ നീളം എത്രയാണ്? എളുപ്പമുള്ള കണക്കാണ്, കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ മക്കളെ. നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഒരു ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം സമം 9 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്.
4 ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 4 ഗുണിക്കണം ആദ്യം സെന്റിമീറ്റർ മാത്രം നോക്കാം. അതായത് 9 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും, സമചതുരമാണ്. അതുകൊണ്ട് 4 ഗുണിക്കണം 9 എന്ന് എഴുതാം. 4 ഗുണിക്കണം 9 സമം 36 സെന്റിമീറ്റർ. ഇനി മില്ലിമീറ്റർ നോക്കുകയാണെങ്കിൽ 4 ഗുണിക്കണം 5 മില്ലിമീറ്റർ ആണ്. അപ്പൊ 4 ഗുണിക്കണം 5 സമം 20 മില്ലിമീറ്റർ. 20 മില്ലിമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 9 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 4 ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ കൂട്ടണം 2 സെന്റിമീറ്റർ സമം 38 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയും എഴുതാം. ഒരു ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം 9 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്. അപ്പൊ 4 ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുമ്പോൾ 4 ഗുണിക്കണം ആദ്യം 9 കൂട്ടണം 5 ചെയ്യുക, എന്നിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കുക. അതായത് 4 ഗുണിക്കണം 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 90 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 90 കൂട്ടണം 5 95 മില്ലിമീറ്റർ. 4 ഗുണിക്കണം 95 മില്ലിമീറ്റർ. ആകെ എത്ര കിട്ടും? 95 ഗുണിക്കണം 4 ചെയ്ത് നോക്കുക. 380 ആണ്. 380 മില്ലിമീറ്റർ, അതായത് 38 സെന്റിമീറ്റർ. ഈർക്കിലിന്റെ ആകെ നീളം. സാക്ഷി 4 ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് ചതുരം ഉണ്ടാക്കുകയാണ്. 2 കഷ്ണങ്ങളുടെ ആകെ നീളം 20 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററും മറ്റ് 2 കഷ്ണങ്ങളുടെ ആകെ നീളം 16 സെന്റിമീറ്റർ 6 മില്ലിമീറ്ററുമാണ്. ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? നീളം അളക്കാൻ സാക്ഷിയെ സഹായിക്കൂ. കണക്കാക്കിയ രീതി എഴുതൂ. നമുക്കിത് പല രീതിയിൽ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ചതുരത്തിന്റെ 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ 20 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. മറ്റ് 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ 16 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ ആകെ എത്ര നീളം ഉണ്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് സെന്റിമീറ്ററുകൾ ആദ്യവും പിന്നെ മില്ലിമീറ്ററുകളും കൂട്ടാം. അതായത് 20 കൂട്ടണം 16, 20 സെന്റിമീറ്റർ കൂട്ടണം 16 സെന്റിമീറ്റർ 36 സെന്റിമീറ്റർ ആണ്. പിന്നെ 4 മില്ലിമീറ്റർ കൂട്ടണം 6 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ ആണ്. 36 കൂട്ടണം 1 സമം 37 സെന്റിമീറ്റർ ആണ് ആകെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത്. ആകെ നീളം. ഒരു പെൻസിലിന്റെ നീളം 7 സെന്റിമീറ്ററും 8 മില്ലിമീറ്ററും മറ്റൊരു പെൻസിലിന്റെ നീളം 5 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ്. രണ്ടിനും കൂടി ആകെ എത്ര നീളമുണ്ട്? ആദ്യം സെന്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടാം. 7 കൂട്ടണം 5 എത്രയാണ്? 12 ആണ്. പിന്നെ 8 കൂട്ടണം 3 മില്ലിമീറ്റർ കൂട്ടുമ്പോൾ 8 കൂട്ടണം 3 11. അപ്പൊ 12 സെന്റിമീറ്റർ 11 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 12ലേക്ക് ഈ 1 സെന്റിമീറ്റർ നമുക്ക് കൂട്ടാം. 13 സെന്റിമീറ്റർ ബാക്കി 11ലെ 1 മില്ലിമീറ്ററിൽ 1 മില്ലിമീറ്റർ ബാക്കിയുണ്ട്. അപ്പൊ ആകെ 13 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ. മനുവിന്റെയും കനിയുടെയും പെൻസിലിന്റെ ആകെ നീളമാണ് എന്റെ പെൻസിലിന്റെ നീളം എന്നിവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്. അതുപോലെ പെൻസിലിന്റെ നീളം ഞാൻ പറയാമെന്ന് മറ്റൊരു കുട്ടിയും പറയുന്നുണ്ട്. അപ്പൊ മനുവിന്റെയും കനിയുടെയും പെൻസിലുകൾ അവിടെ സ്കെയിലിൽ വെച്ചിട്ട് തന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് 7 സെന്റിമീറ്ററും 8 മില്ലിമീറ്ററും മറ്റൊന്ന് 5 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും. അപ്പോൾ ആകെ 13 സെന്റിമീറ്ററും 1 മില്ലിമീറ്ററും. ഇതിനെ മില്ലിമീറ്ററിൽ മാത്രമാക്കി എഴുതുമ്പോൾ 13 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 130 മില്ലിമീറ്റർ. 130 കൂട്ടണം 1 131 മില്ലിമീറ്റർ ആണ്. ഇതിനെ 2 രീതികളിൽ ഉത്തരം കണക്കാക്കി എഴുതിയിട്ടുണ്ട്. ആദ്യത്തേത് 7 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ കൂട്ടണം 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7ഉം 8ഉം കൂട്ടിയാൽ 12, 5ഉം 3ഉം കൂട്ടിയാൽ 11. അപ്പൊ 12 സെന്റിമീറ്റർ 11 മില്ലിമീറ്റർ. 12 സെന്റിമീറ്റർ 11 മില്ലിമീറ്ററിനെ നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് എഴുതാം. ബാക്കി 1 മില്ലിമീറ്റർ. 12 കൂട്ടണം 1 13 ആണ്. 13 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ. രണ്ടാമത്തെ രീതി 7 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ ആകെ 7 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 70 മില്ലിമീറ്റർ. അപ്പൊ 70 കൂട്ടണം 8 78 മില്ലിമീറ്റർ. 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50 മില്ലിമീറ്റർ. 50 കൂട്ടണം 3 53 മില്ലിമീറ്റർ. ഇനി ഈ 78 മില്ലിമീറ്ററും 53 മില്ലിമീറ്ററും തമ്മിൽ കൂട്ടിയാൽ മതി 131 മില്ലിമീറ്റർ. സെന്റിമീറ്റർ അളവിനെ സെമി എന്നും മില്ലിമീറ്റർ അളവിനെ മീ എന്നും എഴുതാറുണ്ട്. അതായത് സെന്റി സെ മീറ്റർ മീ, മില്ലി മീ, മീറ്റർ മീ, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പൊട്ടിയ സ്കെയിൽ. എൻ്റെ സ്കെയിൽ പൊട്ടിപ്പോയി. 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ നീളമുള്ള കഷ്ണം എൻ്റെ കയ്യിലുണ്ട്. ബാക്കി എൻ്റെ കയ്യിലുണ്ടെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. രണ്ടും കൂടെ ചേർന്നാൽ 15 സെന്റിമീറ്റർ ആകണം. അതായത് 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററിലേക്ക് എത്ര കൂട്ടിയാലാണ് 15 സെന്റിമീറ്റർ ആവുക എന്ന് നോക്കണം. അപ്പൊ നമുക്കത് അവിടെ ഒരു രീതി തന്നിട്ടുണ്ട്. നോക്കൂ, ബാക്കി ഭാഗത്തിന്റെ നീളം എങ്ങനെ കണക്കാക്കാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററിൽ നിന്ന് ആദ്യം 8 സെന്റിമീറ്റർ മില്ലിമീറ്റർ കുറയ്ക്കുക.
അപ്പൊ 15 സെന്റിമീറ്ററിനെ ആദ്യം 14 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എന്ന് എഴുതി. 14 1 15. അതിൽ നിന്ന് 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ കുറയ്ക്കണം. 14 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ, അതായത് 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ. അതിൽ നിന്ന് 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ കുറയ്ക്കുക. 14 സെന്റിമീറ്ററിൽ നിന്ന് 8 സെന്റിമീറ്ററും 10 മില്ലിമീറ്ററിൽ നിന്ന് 4 മില്ലിമീറ്ററും ശേഷം കുറയ്ക്കുക. അങ്ങനെ 14ൽ നിന്ന് 8 കുറച്ചാൽ 6 സെന്റിമീറ്റർ, 10 മില്ലിമീറ്ററിൽ നിന്ന് 4 മില്ലിമീറ്റർ കുറച്ചാൽ 6 മില്ലിമീറ്റർ. അപ്പൊ ആകെ മറ്റേ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. മറ്റൊരു രീതിയുണ്ട്, രണ്ടാമത്തെ രീതി. 15 സെന്റിമീറ്റർ കുറയ്ക്കണം, 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇതിനെ നമ്മൾ എന്താക്കി എഴുതുന്നു? മില്ലിമീറ്ററിലേക്ക് മാത്രമാക്കിയിട്ട് എഴുതുന്നു. 15 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 150 മില്ലിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 80 മില്ലിമീറ്റർ പ്ലസ് 4 മില്ലിമീറ്റർ 84 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 150 മില്ലിമീറ്റർ കുറയ്ക്കണം, 84 മില്ലിമീറ്റർ ആണ് ഇനി ചെയ്യേണ്ടത്. 66 മില്ലിമീറ്റർ ആണ് ഉത്തരം. 66 മില്ലിമീറ്ററിനെ നമുക്ക് 6 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്ന് എഴുതാം. മറ്റൊരു രീതി എന്താണ്? 14 സെന്റിമീറ്റർ 10 മില്ലിമീറ്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ കുറയ്ക്കുക. അതായത് 14 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. 10 കുറയ്ക്കണം 4 6 6 മില്ലിമീറ്റർ. 14 കുറയ്ക്കണം 8 6 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. ഏത് രീതിക്ക് ചെയ്താലും ഉത്തരം വരുന്നത് ഒന്ന് തന്നെയാണ്. സ്കൂൾ കായികമേള. ചിന്നു അഭിനന്ദനങ്ങൾ. ലോങ് ജമ്പിൽ 1ാം സ്ഥാനം. മിടുക്കി. നന്ദി ടീച്ചർ. ഞാൻ എത്ര ദൂരമാണ് ചാടിയത് എന്ന് ചിന്നു ചോദിക്കുന്നുണ്ട്. ചിന്നു ചാടിയ ദൂരം നോക്കൂ. 1ാമത്തെ റൗണ്ടിൽ 1 മീറ്റർ 96 സെന്റിമീറ്റർ, 2ാമത്തെ റൗണ്ടിൽ 2 മീറ്റർ 17 സെന്റിമീറ്റർ, 3ാമത്തെ റൗണ്ടിൽ 2 മീറ്റർ 46 സെന്റിമീറ്റർ. ഇതിൽ ചിന്നു ചാടിയതിൽ ഏറ്റവും കൂടിയ ദൂരം എത്രയാണ്? നോക്കൂ, ഒന്ന് 1 മീറ്റർ ആണ്, പിന്നെ 2 മീറ്റർ ആണ്. അപ്പോൾ ഒന്നിനേക്കാട്ടിലും കൂടുതൽ 2 ആണല്ലേ. അതിൽ തന്നെ 2 മീറ്റർ 17 സെന്റിമീറ്റർ ഉണ്ട്, 2 മീറ്റർ 46 സെന്റിമീറ്റർ ഉണ്ട്. 17നേക്കാട്ടിലും കൂടുതൽ 46 ആണ്. അതുകൊണ്ട് 2 മീറ്റർ 46 സെന്റിമീറ്റർ ആണ് ഏറ്റവും കൂടിയ ദൂരം. മീറ്ററും സെന്റിമീറ്ററും എഴുതണേ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ആദ്യ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് 3ാം തവണ ചാടിയത്? അതായത് ആദ്യം ചാടിയത് 1 മീറ്റർ 96 സെന്റിമീറ്റർ ആണ്, 2ാം തവണ 2 മീറ്റർ 46 സെന്റിമീറ്റർ ആണ് കൂടുതൽ. അപ്പോൾ ഈ 2 മീറ്റർ 46 സെന്റിമീറ്ററിൽ നിന്ന് 1 മീറ്റർ 96 സെന്റിമീറ്റർ കുറച്ചാൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അതിനെ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ പഠിച്ചു 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. ഇനി 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ 2 ദൂരങ്ങളെയും സെന്റിമീറ്ററിലേക്ക് മാത്രമാക്കി ആദ്യം മാറ്റി എഴുതാം. 1 മീറ്റർ 96 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 കൂട്ടണം 96, 196 സെന്റിമീറ്റർ. ഇനി 2 മീറ്റർ 46 സെന്റിമീറ്റർ എന്ന് വെച്ചാലോ? 2 മീറ്റർ എന്ന് വെച്ചാൽ 200 സെന്റിമീറ്റർ ആണ്. 200 കൂട്ടണം 46, 246. അപ്പോ 246ൽ നിന്ന് ഇനി ഈ 190 കുറച്ചാൽ നമുക്ക് ആദ്യ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് 3ാം തവണ ചാടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കും. ഉത്തരം വരുന്നത് 50 ആണ്. അതായത് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ അധികം ദൂരമാണ് ചാടിയത്. 2ാമത്തെ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് 3ാം തവണ ചാടിയത്? 2ാം തവണ 2 മീറ്റർ 17 സെന്റിമീറ്ററും 3ാം തവണ 2 മീറ്റർ 46 സെന്റിമീറ്ററുമാണ്. 2 മീറ്റർ 17 സെന്റിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് 217 സെന്റിമീറ്റർ എന്ന് എഴുതാം. 2 മീറ്റർ 46 സെന്റിമീറ്റർ എന്നതിനെ 246 സെന്റിമീറ്റർ എന്ന് എഴുതാം. വ്യത്യാസം കാണാൻ 246 കുറയ്ക്കണം, 217 ചെയ്യണം. ഉത്തരം 29 ആണ്. 29 സെന്റിമീറ്റർ കൂടുതലാണ്. ഓട്ട മത്സരം. ഓട്ട മത്സരത്തിൽ എന്റെ ചേട്ടൻ 3 റൗണ്ട് ഓടിക്കഴിഞ്ഞു. ഒരു റൗണ്ട് 400 മീറ്റർ ആണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ 1200 മീറ്റർ ഓടിയല്ലോ. 3000 മീറ്റർ ആകാൻ ചിന്നുവിന്റെ ചേട്ടൻ ഇനി എത്ര ദൂരം ഓടണം? ഇപ്പൊ 1200 മീറ്റർ ആയി അല്ലേ. അപ്പൊ ആകെ ഇനി 3000 കുറയ്ക്കണം 1200 സമം 1800 മീറ്റർ കൂടെ ഓടണം. 3000 മീറ്റർ എത്ര കിലോമീറ്റർ ആണ്? ഇപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു മക്കളെ? 1 സെന്റിമീറ്റർ സമം 10 മില്ലിമീറ്റർ, 1 മീറ്റർ സമം 100 സെന്റിമീറ്റർ. ഇനി 1 കിലോമീറ്റർ സമം എത്ര മീറ്റർ ആണെന്ന് നോക്കാം. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പൊ 3000 മീറ്റർ എത്ര കിലോമീറ്റർ ആണ്? 1000 മീറ്റർ 1 കിലോമീറ്റർ ആണ്. അപ്പൊ 2000 മീറ്റർ 2 കിലോമീറ്റർ ആണ്. 3000 മീറ്റർ 3 കിലോമീറ്റർ ആണ്.
അവിടെ താഴെ നമുക്ക് മീറ്ററും കിലോമീറ്ററും സെന്റിമീറ്ററും ഒക്കെയുള്ള ഒരു പട്ടിക തന്നിട്ടുണ്ട്. നോക്കൂ, 1 മീറ്റർ സമം 100 സെന്റിമീറ്റർ, 1/2 മീറ്റർ സമം 50 സെന്റിമീറ്റർ, അതായത് 100ന്റെ പകുതി അര 50 സെന്റിമീറ്റർ. 1/4 മീറ്റർ എന്ന് പറയുമ്പോൾ 50ന്റെയും പകുതി അല്ലെങ്കിൽ 100ന്റെ 1/4 25 സെന്റിമീറ്റർ. 1/4 മീറ്റർ എന്ന് പറയുമ്പോൾ 100ന്റെ 4/3 അതായത് 75 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ, 1/2 കിലോമീറ്റർ എന്ന് വെച്ചാൽ 500 മീറ്റർ, 1/4 കിലോമീറ്റർ എന്ന് വെച്ചാൽ 500ന്റെ പകുതി 250 മീറ്റർ, 1/4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 750 മീറ്റർ. നീളം എഴുതൂ. 1.5 മീറ്റർ. 1.5 മീറ്റർ എന്ന് വെച്ചാൽ ആകെ എത്ര സെന്റിമീറ്റർ ഉണ്ടായിരിക്കും? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണ്. അതിലേക്ക് 1/2 മീറ്റർ കൂടെ കൂട്ടണം, അപ്പോഴല്ലേ 1.5 മീറ്റർ ആവുക. 1 മീറ്റർ 100 സെന്റിമീറ്റർ, 1/2 മീറ്റർ 50 സെന്റിമീറ്റർ. അപ്പോ 100 കൂട്ടണം 50, 150 സെന്റിമീറ്റർ ആണ്. 6.5 മീറ്റർ. 6 മീറ്റർ എന്ന് വെച്ചാൽ 600 സെന്റിമീറ്റർ, 1/2 മീറ്റർ എന്ന് വെച്ചാൽ 50 സെന്റിമീറ്റർ. അപ്പൊ 6.5 മീറ്റർ എന്ന് വെച്ചാൽ 650 സെന്റിമീറ്റർ. 5.25 മീറ്റർ. 5 മീറ്റർ എന്ന് വെച്ചാൽ 500 സെന്റിമീറ്റർ. പിന്നെ 3/4 മീറ്റർ എന്ന് വെച്ചാൽ 75 സെന്റിമീറ്റർ. അപ്പൊ 5.25 മീറ്റർ എന്ന് വെച്ചാൽ 500 കൂട്ടണം 75, 575 സെന്റിമീറ്റർ. 2.25 മീറ്റർ. 2 മീറ്റർ എന്ന് വെച്ചാൽ 200 സെന്റിമീറ്റർ. പിന്നെ 1/4 മീറ്റർ എന്ന് വെച്ചാൽ 25 സെന്റിമീറ്റർ. 200 കൂട്ടണം 25, 225 സെന്റിമീറ്റർ ആണ് 2.25 മീറ്റർ. സ്കൂളിലേക്ക്. മികവുത്സവം കഴിഞ്ഞ് ചിന്നു അച്ഛനോടൊപ്പം വീട്ടിലേക്ക് പോയി. അച്ഛാ, നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമാണ്? 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ 3 കിലോമീറ്റർ, അര കിലോമീറ്റർ നമുക്ക് 500 മീറ്റർ എന്നും പറയാം. ചിന്നുവിന്റെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം മീറ്ററിൽ എഴുതൂ. അപ്പൊ 3.5 കിലോമീറ്റർ ആണല്ലേ. 3 കിലോമീറ്റർ എന്ന് വെച്ചാൽ 3000 മീറ്റർ ആണ്. അര കിലോമീറ്റർ എന്ന് വെച്ചാൽ 500 മീറ്റർ. അപ്പൊ 3000 കൂട്ടണം 500, 3500 മീറ്റർ ആണ് 3.5 കിലോമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്നുവിന്റെ കൂട്ടുകാരുടെ വീടും സ്കൂളും തമ്മിലുള്ള ദൂരം നോക്കൂ. വിട്ടുപോയ അളവുകൾ എഴുതൂ. നോക്കൂ, മനുവിൻ്റെത് 2500 മീറ്റർ ആണ് സ്കൂളും വീടും തമ്മിലുള്ളത്. അത് കിലോമീറ്ററിലും മീറ്ററിലും ആക്കി എങ്ങനെ എഴുതാം? 2000 മീറ്റർ എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ അല്ലെ. 2 കിലോമീറ്റർ 500 മീറ്റർ. ആരതിയുടേത് 5245 ആണ്, അതായത് 5 കിലോമീറ്റർ 245 മീറ്റർ. സിയയുടേത് 3 കിലോമീറ്റർ 800 മീറ്റർ ആണ്, അപ്പോ 3800 മീറ്റർ. ആൽബിൻ്റെത് 4.5 കിലോമീറ്റർ, അതായത് 4 കിലോമീറ്റർ എന്ന് വെച്ചാൽ 4000 മീറ്റർ, അര കിലോമീറ്റർ എന്ന് വെച്ചാൽ 500 മീറ്റർ. അപ്പൊ 4500 മീറ്റർ. സൈക്കിൾ യാത്ര. മനു സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും സഞ്ചരിച്ച ദൂരം എത്രയാണ്? പട്ടിക നോക്കി കണക്കാക്കും. അപ്പൊ നമുക്ക് പട്ടികയിൽ തന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആള് തന്നെ ആരായിരുന്നു? മനു ആയിരുന്നു. അത് 2500 മീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ 2500 എന്ന് പറയുന്നത് എന്താണ്? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം പോയ ദൂരമാണ്. ഇനി 2 ഭാഗത്തേക്കും കൂടെ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും. അപ്പൊ ടോട്ടൽ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? 2500 2 തവണ കൂട്ടേണ്ടി വരും. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 2500 മീറ്റർ പോകുന്നു, പിന്നെ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്കും 2500 മീറ്റർ വരുന്നു. 2500 കൂട്ടണം 2500 മീറ്റർ. ആകെ 5000 മീറ്റർ ആണ്. 5000 മീറ്റർ എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ പ്ലസ് 2.5 കിലോമീറ്റർ. അതായത് 2 കിലോമീറ്റർ 500 മീറ്റർ പ്ലസ് 2 കിലോമീറ്റർ 500 മീറ്റർ. ആദ്യം കിലോമീറ്റർ തമ്മിൽ കൂട്ടുന്നു. 2 കൂട്ടണം 2 4 കിലോമീറ്റർ, 500 കൂട്ടണം 500 മീറ്റർ 1000 മീറ്റർ. 1000 മീറ്റർ എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ. അതായത് 4 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ 5 കിലോമീറ്റർ. 2500 മീറ്റർ എന്നത് 2.5 കിലോമീറ്റർ ആണ്. നമുക്കറിയാം അല്ലെ. 2000 കൂട്ടണം 500 ആണ്. 2000 എന്ന് വെച്ചാൽ 2000 മീറ്റർ എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ, 500 മീറ്റർ എന്ന് വെച്ചാൽ അര കിലോമീറ്റർ. അപ്പൊ 2.5 കിലോമീറ്റർ. മീറ്ററിനെ മീ എന്നും കിലോമീറ്ററിനെ മീ എന്നും ചുരുക്കി എഴുതാറുണ്ട്. നമ്മൾ നേരത്തെ സെന്റിമീറ്ററിനെ മീ എന്നും മില്ലിമീറ്ററിനെ മീ എന്നും എഴുതുന്നത് പോലെ കേട്ടോ. അതിന് താഴെ മറ്റൊരു ചോദ്യമുണ്ട്. സിയ സ്കൂളിൽ പോയി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? പട്ടിക നോക്കി കണക്കാക്കൂ. സിയയുടേത് 3800 മീറ്റർ ആയിരുന്നു അല്ലെ. അതായത് 3 കിലോമീറ്ററും 800 മീറ്ററും. നമുക്ക് എന്ത് ചെയ്യാം? 3800 കൂട്ടണം 3800 ചെയ്യാം. 3800 മീറ്റർ ആണല്ലേ. അപ്പോ എത്രയാണ് ഉത്തരം? 7600 മീറ്റർ ആണ്. അതായത് 7 കിലോമീറ്ററും 600 മീറ്ററും. ഇങ്ങനെയും പറയാം. 3.25 കിലോമീറ്റർ എന്ന് വെച്ചാൽ 3 കിലോമീറ്റർ 250 മീറ്റർ. 4.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ 4 കിലോമീറ്റർ 500 മീറ്റർ.
മീറ്റർ. 5.25 കിലോമീറ്റർ എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ 750 മീറ്റർ. അപ്പൊ കാല് എന്ന് പറയുമ്പോൾ 250 മീറ്റർ. അപ്പൊ അര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 500 മീറ്റർ. 3/4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 750 മീറ്റർ. പഠനയാത്ര. ചിന്നുവും കൂട്ടുകാരും സ്കൂളിൽ നിന്നും മൃഗശാലയിലേക്ക് പഠനയാത്ര പോയി. ഇപ്പൊ ഡ്രൈവർ പറയാണ് ഇപ്പോൾ 17 കിലോമീറ്ററും 260 മീറ്ററും ഓടി. ചിന്നു ചോദിക്കുകയാണ് ഇനി എത്ര ദൂരം കൂടി പോകണം. മൃഗശാലയിലേക്ക് സ്കൂളിൽ നിന്നും 24.5 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് 24 കിലോമീറ്ററും 500 മീറ്ററും. ചിന്നുവും കൂട്ടുകാരും മൃഗശാലയിൽ എത്താൻ ഇനി എത്ര ദൂരം പോകണം? ആകെ 24 കിലോമീറ്റർ 500 മീറ്റർ ആണ് ദൂരമുള്ളത്. അതിലവർ 17 കിലോമീറ്ററും 260 മീറ്ററും ഓടി. ഇന്ന് ബാക്കി എത്രയുണ്ട്? 24 കിലോമീറ്റർ 500 മീറ്ററിൽ നിന്ന് ഈ 17 കിലോമീറ്റർ 260 മീറ്റർ കുറച്ച് നോക്കിയാൽ മതി. ആദ്യം കിലോമീറ്ററുകൾ തമ്മിൽ നമുക്ക് കുറയ്ക്കാം. അതായത് 24 കുറയ്ക്കണം 17, 7 കിലോമീറ്റർ. ഇനി മീറ്ററുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 500 കുറയ്ക്കണം 260, 240. അപ്പൊ അവർക്കിനി പോവേണ്ട ദൂരം 7 കിലോമീറ്റർ 240 മീറ്റർ ആണ്. മൃഗശാലയും പാർക്കും ഒരേ വഴിയിലാണ്. സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. മൃഗശാലയിൽ നിന്ന് പാർക്കിലെത്താൻ എത്ര ദൂരം യാത്ര ചെയ്യണം? സ്കൂളിൽ നിന്ന് മൃഗശാലയിലേക്കുള്ള ദൂരം 24.5 കിലോമീറ്റർ ആയിരുന്നു. അതായത് 24 കിലോമീറ്റർ 500 മീറ്റർ. സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. അപ്പോ ഇനി മൃഗശാലയിൽ നിന്ന് പാർക്കിലേക്ക് ബാക്കി എത്ര ദൂരം കൂടെ പോയാൽ എത്താം? അതിന് ഈ 30 കിലോമീറ്ററിൽ നിന്ന് 24.5 കിലോമീറ്റർ കുറച്ചാൽ മതി. അല്ലെങ്കിൽ 24.5 കിലോമീറ്ററിലേക്ക് എത്ര കൂട്ടിയാലാണ് 30 കിലോമീറ്റർ ആവുക എന്ന് നോക്കുക. നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം മക്കളെ? 24 കിലോമീറ്റർ 500 മീറ്റർ, അതിലേക്ക് ഒരു 500 മീറ്റർ കൂടെ കൂട്ടിയാൽ 25 കിലോമീറ്റർ ആയി അല്ലെ. പിന്നെ 25 കിലോമീറ്ററിലേക്ക് 5 കിലോമീറ്റർ കൂടെ കൂട്ടിയാൽ 30 കിലോമീറ്റർ ആയി. സോ 5 കിലോമീറ്ററും 500 മീറ്ററുമാണ് ഇനി അധികം പോവേണ്ട ദൂരം. അതായത് മൃഗശാലയിൽ നിന്ന് ഇനി പാർക്കിലെത്താൻ 5 കിലോമീറ്ററും 500 മീറ്ററും കൂടെ പോകണം. കെ ഫോൺ. ചീലിക്കോട് പഞ്ചായത്ത് 3 സ്കൂളുകളിൽ കെ ഫോൺ കണക്ഷൻ കൊടുക്കുന്നു. 20 കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കണം. പൊന്നുമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്റർ 673 മീറ്റർ ദൂരം കേബിൾ വലിച്ചു. മൂന്നാമത്തെ സ്കൂളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ എത്ര ദൂരം കേബിൾ വലിക്കണം? ആകെ 20 കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊന്നുമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്റർ 673 മീറ്റർ ദൂരമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20 കിലോമീറ്ററിൽ നിന്ന് ഈ 12 കിലോമീറ്റർ 673 മീറ്റർ കുറച്ചാൽ ആ ഉത്തരം കിട്ടും. നോക്കൂ, 20 കിലോമീറ്ററിൽ നിന്ന് നമുക്ക് 12 കിലോമീറ്റർ മാത്രമായിരുന്നെങ്കിൽ നേരിട്ട് കുറയ്ക്കായിരുന്നു. പക്ഷെ ഒരു 673 മീറ്ററും കൂടെ ഉണ്ടല്ലേ കുറയ്ക്കാൻ. അപ്പൊ ഈ 673 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? 1 കിലോമീറ്ററിൽ നിന്നല്ലേ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ? 20 കിലോമീറ്ററിനെ 19 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ എന്നെഴുതാം. 19 കിലോമീറ്റർ 1 കിലോമീറ്റർ അഥവാ 19 കിലോമീറ്റർ 1000 മീറ്റർ. അതേ കുറയ്ക്കണം 12 കിലോമീറ്റർ 673 മീറ്റർ. 19 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ കുറച്ചാൽ 7 കിലോമീറ്റർ. ഇനി 1 കിലോമീറ്ററിൽ നിന്ന് 673 മീറ്റർ കുറയ്ക്കണം. അതായത് 1000 മീറ്ററിൽ നിന്ന് 673 മീറ്റർ കുറയ്ക്കണം സമം 327 മീറ്റർ. അപ്പൊ 20 കിലോമീറ്റർ കുറയ്ക്കണം 12 കിലോമീറ്റർ 673 മീറ്റർ എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 7 കിലോമീറ്റർ 327 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ രീതി പറഞ്ഞിരിക്കുന്നത് നോക്കൂ. 20 കിലോമീറ്ററിനെ നമുക്ക് 20,000 മീറ്റർ എന്ന് എഴുതാം. 20 ഗുണിക്കണം 1000, 20,000 മീറ്റർ. 12 കിലോമീറ്റർ 673 മീറ്റർ എന്നതിനെ നമുക്ക് 12,000 മീറ്റർ പ്ലസ് 673 മീറ്റർ, അതായത് 12,673 മീറ്റർ എന്നെഴുതാം. 20 കിലോമീറ്റർ ഇതിൽ നിന്ന് 20 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ 673 മീറ്റർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 20,000 മീറ്റർ കുറയ്ക്കണം 12,673 മീറ്റർ എന്നാണ്. ഉത്തരം 7,327 മീറ്റർ, അതായത് 7 കിലോമീറ്റർ 327 മീറ്റർ. എങ്ങനെ ചെയ്താലും ഉത്തരം ഒന്ന് തന്നെയാണ് വരുന്നത്. റോഡ് ടാറിംഗ്. ആരതിയുടെ വീടിന്റെ മുന്നിലുള്ള റോഡ് ടാർ ചെയ്യുന്നു. 9 കിലോമീറ്ററും 825 മീറ്ററുമാണ് ടാർ ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം 4 കിലോമീറ്ററും 300 മീറ്ററും ടാർ ചെയ്തു. ബാക്കി എത്ര ദൂരം ടാർ ചെയ്യാനുണ്ട്? അപ്പൊ അത് കാണാൻ ഈ 9 കിലോമീറ്റർ 825 മീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ 300 മീറ്റർ കുറയ്ക്കണം. ഇത് എളുപ്പമാണ്. നമുക്ക് ഒന്നുകിൽ എങ്ങനെ ചെയ്യാം? 9 കിലോമീറ്റർ 825 മീറ്ററിനെ 9,825 മീറ്റർ എന്ന് എഴുതാം. 4 കിലോമീറ്റർ 300 മീറ്റർ എന്നുള്ളത് 4,300 മീറ്റർ എന്നാവും.
ഇനി ഈ 9825 മീറ്ററിൽ നിന്ന് 4300 മീറ്റർ കുറച്ചാൽ മതി. എളുപ്പമാണ്. ആദ്യം 9000 മീറ്ററിൽ നിന്ന് 4000 മീറ്റർ കുറയ്ക്കുമ്പോൾ 5000 മീറ്റർ, പിന്നെ 825 മീറ്ററിൽ നിന്ന് 300 മീറ്റർ കുറയ്ക്കുമ്പോൾ 525 മീറ്റർ. ഈ 5000ഉം 525ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 5525 മീറ്റർ, അതായത് 5 കിലോമീറ്റർ 525 മീറ്റർ. ഇനി മറ്റൊരു രീതി എന്താണ്? 9 കിലോമീറ്റർ 825 മീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ 300 മീറ്റർ ആണ് കുറയ്ക്കേണ്ടത്. 9 കിലോമീറ്ററിൽ നിന്ന് ആദ്യം 4 കിലോമീറ്റർ കുറയ്ക്കുക, അപ്പൊ 5 കിലോമീറ്റർ. പിന്നെ 825 മീറ്ററിൽ നിന്ന് 300 മീറ്റർ കുറയ്ക്കുക, അപ്പൊ 525 മീറ്റർ. അപ്പോൾ ആകെ 5 കിലോമീറ്റർ 525 മീറ്റർ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കൂ. മികവ് ഉത്സവത്തിന് രക്ഷിതാക്കൾക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു. എനിക്ക് കിട്ടിയ ചതുര കാർഡിന്റെ വശങ്ങളുടെ നീളം 16 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ, 9 സെന്റിമീറ്റർ 2 മില്ലിമീറ്ററും ആണ്. കാർഡിന് ചുറ്റും കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാൻ ആവശ്യമായ പേപ്പറിന്റെ നീളം എത്രയാണ്? അപ്പോൾ ഒരു വശത്തിന്റെ നീളം, അതായത് വശങ്ങളുടെ നീളം ചതുരമാണ്. ഒരു വശം രണ്ട് വശങ്ങൾ വരുന്നത് 16 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ, മറ്റു രണ്ട് വശങ്ങൾ വരുന്നത് 9 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ. അപ്പൊ ചുറ്റും ആകെ എത്ര കളർ പേപ്പർ വേണ്ടി വരും, കളർ പേപ്പറിന്റെ നീളം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചുറ്റളവാണ് കാണേണ്ടത്. അതായത് 16 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ കൂട്ടണം 16 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ ചതുരത്തിന്റെ രണ്ട് വശങ്ങൾ, പിന്നെ 9 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ കൂട്ടണം 9 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ, അതായത് ചതുരത്തിന്റെ മറ്റു രണ്ട് വശങ്ങൾ എല്ലാം കൂടെ കൂട്ടി നോക്കണം. ആദ്യം നമുക്ക് സെന്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടാം. അതായത് 16 കൂട്ടണം 16 കൂട്ടണം 9 കൂട്ടണം 9 സമം 50 സെന്റിമീറ്റർ ആണ്. ഇനി മില്ലിമീറ്ററുകൾ തമ്മിൽ കൂട്ടാം. 8 കൂട്ടണം 8 കൂട്ടണം 2 കൂട്ടണം 2, 8 കൂട്ടണം 8 16, 2 കൂട്ടണം 2 4, 16 കൂട്ടണം 4 20. 20 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 2 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ കൂട്ടണം 2 സെന്റിമീറ്റർ, ആകെ 52 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ നീളമുള്ള വർണ്ണക്കടലാസ് പേപ്പറാണ് വേണ്ടത്. ചോദ്യം 2. ചിന്നുവിന്റെ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് ആദ്യ ആഴ്ച 6 കിലോമീറ്റർ 700 മീറ്ററും രണ്ടാമത്തെ ആഴ്ച 8 കിലോമീറ്റർ 300 മീറ്ററും പൈപ്പ് സ്ഥാപിച്ചു. ആകെ എത്ര ദൂരം പൈപ്പ് സ്ഥാപിച്ചു? ആദ്യ ആഴ്ച സ്ഥാപിച്ചത് സമം 6 കിലോമീറ്റർ 700 മീറ്റർ ആണ്. രണ്ടാമത്തെ ആഴ്ച സ്ഥാപിച്ചത് 8 കിലോമീറ്റർ 300 മീറ്റർ ആണ്. രണ്ടാഴ്ചയും കൂടെ ആകെ സ്ഥാപിച്ചത് 6 കിലോമീറ്റർ 700 മീറ്റർ കൂട്ടണം 8 കിലോമീറ്റർ 300 മീറ്റർ. ആദ്യം കിലോമീറ്ററുകൾ തമ്മിൽ കൂട്ടാം. 6 കൂട്ടണം 8 14, 700 കൂട്ടണം 300 1000. 1000 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ആണ്. അപ്പോൾ ആകെ 14 കൂട്ടണം 1 15 കിലോമീറ്റർ ആണ് സ്ഥാപിച്ചത്. ചോദ്യം 3. രക്തദാനം മഹാദാനം സന്ദേശം പകരാൻ ചിന്നുവിന്റെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം കൂട്ടുകാർ സൈക്കിൾ ജാഥ നടത്തി. 2 ദിവസങ്ങളിലായി 17 കിലോമീറ്റർ 200 മീറ്റർ ആണ് സഞ്ചരിച്ചത്. ആദ്യ ദിവസം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാം ദിവസം എത്ര ദൂരം സഞ്ചരിച്ചു? ഇപ്പോൾ ഒന്നാം ദിവസം സഞ്ചരിച്ചത് സമം 9 കിലോമീറ്റർ 300 മീറ്റർ ആണ്. ആകെ 2 ദിവസങ്ങളിലായി ആകെ സഞ്ചരിച്ച ദൂരം 17 കിലോമീറ്റർ 200 മീറ്റർ ആണ്. എങ്കിൽ രണ്ടാം ദിവസം സഞ്ചരിച്ചത് കാണാൻ ഈ 17 കിലോമീറ്റർ 200 മീറ്ററിൽ നിന്ന് 9 കിലോമീറ്റർ 300 മീറ്റർ കുറച്ചു നോക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഈ കിലോമീറ്ററിനെ ആകെ മീറ്ററിലാക്കിയിട്ട് എഴുതാം. 17 കിലോമീറ്റർ 200 മീറ്റർ എന്ന് വെച്ചാൽ 17200 മീറ്റർ ആണ്. 9 കിലോമീറ്റർ 300 മീറ്റർ എന്ന് പറയുമ്പോൾ 9300 മീറ്റർ ആണ്. ഇനി ഈ 17200 മീറ്ററിൽ നിന്ന് 9300 മീറ്റർ കുറച്ചു നോക്കിയാൽ മതി. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 7900 മീറ്റർ എന്ന് കിട്ടും. അതായത് 7 കിലോമീറ്റർ 900 മീറ്റർ. രണ്ടാം ദിവസം സഞ്ചരിച്ച ദൂരം സമം 7 കിലോമീറ്റർ 900 മീറ്റർ ആണ്. ചോദ്യം 4. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണത്തിന്റെ ഭാഗമായി 15 കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ 3 ദിവസം കൊണ്ട് വൃത്തിയാക്കി. ആദ്യ ദിവസം 4 കിലോമീറ്റർ 325 മീറ്റർ ദൂരവും രണ്ടാം ദിവസം 6 കിലോമീറ്റർ 500 മീറ്റർ ദൂരവും വൃത്തിയാക്കി. എങ്കിൽ മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണ്? നമുക്ക് ഓരോന്നായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. വൃത്തിയാക്കേണ്ട ആകെ നീളം എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. ആദ്യ ദിവസം വൃത്തിയാക്കിയത് സമം 4 കിലോമീറ്റർ 325 മീറ്റർ. രണ്ടാം ദിവസം വൃത്തിയാക്കിയത് സമം 6 കിലോമീറ്റർ 500 മീറ്റർ. ഇനി മൂന്നാം ദിവസം വൃത്തിയാക്കിയതാണ് നമുക്ക് കാണേണ്ടത്. അതിനായി എന്ത് ചെയ്താൽ മതി? ആദ്യം ഈ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ആകെ എത്ര വൃത്തിയാക്കി എന്ന് നോക്കുക. അതായത് 4 കിലോമീറ്റർ 325 മീറ്റർ കൂട്ടണം 6 കിലോമീറ്റർ 500 മീറ്റർ. 4 കിലോമീറ്റർ കൂട്ടണം 6 കിലോമീറ്റർ സമം 10 കിലോമീറ്റർ. 325 മീറ്റർ കൂട്ടണം 500 മീറ്റർ സമം 825 മീറ്റർ. അപ്പോൾ ആകെ 2 ദിവസം കൊണ്ട് വൃത്തിയാക്കിയത് സമം 10 കിലോമീറ്റർ 825 മീറ്റർ. ഇനി മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം സമം എന്ത് ചെയ്താൽ മതി? 15 കിലോമീറ്ററിൽ നിന്ന്
ഈ 10 കിലോമീറ്റർ 825 മീറ്റർ കുറച്ചു നോക്കിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് 15 കിലോമീറ്ററിനെ 14 കിലോമീറ്റർ 1 കിലോമീറ്റർ, അങ്ങനെ 14 കിലോമീറ്റർ 1000 മീറ്റർ എന്നുള്ള രീതിക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് ഈ 10 കിലോമീറ്റർ 825 മീറ്റർ കുറച്ച് നോക്കാം. അതല്ലെങ്കിൽ രണ്ടിനെയും നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയിട്ടും കുറച്ച് നോക്കാം. കുറച്ചുകൂടെ എളുപ്പം നമുക്ക് അതായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടിനെയും മീറ്ററിലേക്ക് മാറ്റാം. 15 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 15,000 മീറ്റർ എന്നാണ് വരിക. അതിൽ നിന്ന് 10 കിലോമീറ്റർ 825 മീറ്റർ ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 10,825 ആണ് കുറയ്ക്കേണ്ടത്. 15,000 കുറയ്ക്കണം 10,825 ചെയ്താൽ നമുക്ക് ഉത്തരം എന്ത് വരും? 4,175 മീറ്റർ എന്നാണ് വരുന്നത്. അതായത് 4 കിലോമീറ്റർ 175 മീറ്റർ. ചോദ്യം 5. മികവുത്സവത്തിന്റെ ഭാഗമായി ബാഡ്ജ് ഉണ്ടാക്കാൻ ലിനി റിബൺ മുറിച്ച് കൂട്ടുകാർക്ക് കൊടുത്തു. പട്ടിക നോക്കി ചോദ്യങ്ങളുടെ ഉത്തരം കണക്കാക്കുക. പട്ടികയിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ളത് ഓരോ കുട്ടിയുടെ പേരും റിബണിന്റെ നീളവുമാണ്. ജാൻവിക്ക് 24 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ, ഹാദിയയ്ക്ക് 21 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ, അഭിക്ക് 19 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ, ഫാരിസിന് 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം 1. ഹാദിയയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര നീളം കൂടുതലാണ് ഫാരിസിന് കിട്ടിയ റിബൺ? അപ്പോ ഹാദിയയ്ക്ക് കിട്ടിയത് സമം 21 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്. ഫാരിസിന് കിട്ടിയത് സമം 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. അപ്പൊ എത്ര കൂടുതലാണെന്നറിയാൻ 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്ററിൽ നിന്ന് 21 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ കുറച്ചു നോക്കിയാൽ മതി. 26ൽ നിന്ന് 21 കുറച്ചാൽ 5, 7 മില്ലിമീറ്ററിൽ നിന്ന് 5 മില്ലിമീറ്റർ കുറച്ചാൽ 2 മില്ലിമീറ്റർ. അപ്പോൾ 5 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. ജാൻവിയും അഭിയും അവർക്ക് കിട്ടിയ റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ച് അളന്നു നോക്കി. ആകെ നീളം എത്രയായിരിക്കും? ജാൻവിയുടെ റിബണിന്റെ നീളം സമം 24 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ, അഭിയുടെ റിബണിന്റെ നീളം സമം 19 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. ആകെ സമം 24 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ കൂട്ടണം 19 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. 24 സെന്റിമീറ്റർ 19 സെന്റിമീറ്റർ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 43 സെന്റിമീറ്റർ എന്ന് കിട്ടും. 6 മില്ലിമീറ്റർ പ്ലസ് 4 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ. അപ്പൊ 43 കൂട്ടണം 1 സമം 44 സെന്റിമീറ്റർ ആണ് ആകെ നീളം. ചോദ്യം 3. ബാക്കി വന്ന റിബൺ ഫാരിസിന് കിട്ടിയ റിബണിന്റെ അറ്റത്ത് ചേർത്ത് വെച്ച് അളന്നപ്പോൾ ആകെ നീളം 40 സെന്റിമീറ്റർ ആയി. ബാക്കി വന്ന റിബണിന്റെ നീളം കണക്കാക്കുക. ആകെ നീളം എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണല്ലേ ആയത്. അതിൽ നിന്ന് ഈ ഫാരിസിന്റെ റിബണിന്റെ നീളം കുറച്ചാൽ നമുക്ക് ബാക്കി വന്ന റിബൺ എത്ര എന്ന് കിട്ടും. ഫാരിസിന്റെ റിബണിന്റെ നീളം സമം 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 40 സെന്റിമീറ്റർ കുറയ്ക്കണം 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ ആണ് കാണേണ്ടത്. നമുക്ക് 7 മില്ലിമീറ്റർ വരുന്നത് കൊണ്ട് മില്ലിമീറ്ററിനെ ഒരു സെന്റിമീറ്ററിൽ നിന്നല്ലേ അല്ലെങ്കിൽ 10 മില്ലിമീറ്ററിൽ നിന്നല്ലേ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 40 സെന്റിമീറ്ററിനെ 39 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 39 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ, ഒരു സെന്റിമീറ്ററിനെ 10 മില്ലിമീറ്റർ എന്ന് എഴുതാം. അതിൽ നിന്ന് വേണം 26 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ കുറയ്ക്കാനായിട്ട്. 39ൽ നിന്ന് 26 കുറച്ചാൽ എത്രയാണ്? 13 സെന്റിമീറ്റർ ആണ്. പിന്നെ 10 മില്ലിമീറ്ററിൽ നിന്ന് 7 മില്ലിമീറ്റർ കുറച്ചാൽ 3 മില്ലിമീറ്റർ ആണ്. അപ്പൊ 13 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ ആണ് ബാക്കി വന്ന റിബണിന്റെ നീളം. ചോദ്യം 6. കായികമേളയ്ക്ക് തോരണം കെട്ടാൻ പല നിറത്തിലുള്ള റിബൺ വാങ്ങി. ചോദ്യം 1. 42 സെന്റിമീറ്റർ 50 മില്ലിമീറ്റർ നീളമുള്ള പച്ച റിബണിൽ നിന്നും ഒരു റിബൺ വളയം ഉണ്ടാക്കാൻ 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ മുറിച്ചെടുത്തു. ബാക്കി കഷ്ണത്തിന്റെ നീളം എത്രയാണ്? അതായത് 42ൽ നിന്ന് 42 സെന്റിമീറ്റർ 50 മില്ലിമീറ്ററിൽ നിന്ന് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ കുറയ്ക്കണം. ആദ്യം സെന്റിമീറ്റർ തമ്മിൽ കുറയ്ക്കാം. 42 സെന്റിമീറ്റർ കുറയ്ക്കണം 10 സെന്റിമീറ്റർ 32 സെന്റിമീറ്റർ ആണ്. 50 മില്ലിമീറ്റർ കുറയ്ക്കണം 5 മില്ലിമീറ്റർ 45 മില്ലിമീറ്റർ ആണ്. അപ്പൊ ബാക്കി വന്ന റിബണിന്റെ നീളം 32 സെന്റിമീറ്റർ 45 മില്ലിമീറ്റർ ആണ്. ഈ 45 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 4 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് 32 കൂട്ടണം 4 36 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്നും എഴുതാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതിയാൽ മതി, 32 സെന്റിമീറ്റർ 45 മില്ലിമീറ്റർ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ 36 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയ ഉത്തരമായി കേട്ടോ. 35 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ നീളമുള്ള ചുവന്ന റിബണിൽ നിന്ന് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിന്റെ നീളം എത്ര? 35 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ ആയിരുന്നു നീളം ഉണ്ടായിരുന്നത്. മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്. അപ്പൊ ബാക്കി വരുന്ന റിബണിന്റെ നീളം കാണാൻ 35 സെന്റിമീറ്റർ 8 മില്ലിമീറ്ററിൽ നിന്ന് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ കുറയ്ക്കണം.
ഇവിടെ എട്ടിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്കത് കുറയ്ക്കാനായിട്ട് കഴിയില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കിയിട്ട് മാറ്റി എഴുതാം. അതായത് 35 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 358 മില്ലിമീറ്റർ. 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 105 മില്ലിമീറ്റർ. 358 മില്ലിമീറ്ററിൽ നിന്ന് 105 മില്ലിമീറ്റർ കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം 250 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് 25 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. അവസാനത്തേത് 95 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ നീളമുള്ള നീല റിബണിൽ നിന്ന് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 2 കഷ്ണം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിന്റെ നീളം എത്രയാണ്? അപ്പോൾ ആകെ റിബണിന്റെ നീളം എന്ന് പറയുന്നത് 95 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആണ്. മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ വീതമുള്ള 2 കഷ്ണങ്ങളാണ് അല്ലെ. അതായത് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ പ്ലസ് 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. സെന്റിമീറ്റർ കൂട്ടിയാൽ 10 കൂട്ടണം 10 20 സെന്റിമീറ്റർ. 5 മില്ലിമീറ്റർ കൂട്ടിയാൽ 10 മില്ലിമീറ്റർ, അതായത് 1 സെന്റിമീറ്റർ. അപ്പോൾ 20 കൂട്ടണം 1 21 സെന്റിമീറ്റർ. അപ്പൊ ആകെ എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ 95 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററിൽ നിന്ന് 21 സെന്റിമീറ്റർ കുറച്ചു നോക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് സെന്റിമീറ്ററിൽ നിന്ന് സെന്റിമീറ്റർ, മില്ലിമീറ്ററിൽ നിന്ന് മില്ലിമീറ്റർ അങ്ങനെ കുറയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാം ഇതിനെ. അതായത് 95 സെന്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ നമുക്ക് 954 മില്ലിമീറ്റർ എന്ന് എഴുതാം. 21 സെന്റിമീറ്റർ സമം 210 മില്ലിമീറ്റർ എന്ന് എഴുതാം. 954 മില്ലിമീറ്റർ കുറയ്ക്കണം 210 മില്ലിമീറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 744 മില്ലിമീറ്റർ ആണ് ഉത്തരം വരുന്നത്. അതായത് 74 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്